നിങ്ങളുടെ സബ്സ്ക്രൈബർമാരിലൊരാൾ ഒരു പുതിയ യൂട്യൂബ് ചാനലിനെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്തി. ലളിതമായ ഒരു തന്ത്രം ഉപയോഗിച്ച് റെക്കോർഡുകൾ ഭേദിക്കുന്ന ചാനലാണത്. ചാനലിന്റെ പേര് നെക്സ്റ്റ് ജെൻ പ്രോസസ്. അവർ ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. എന്നാൽ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേവലം 15 വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് അവർ 90 ലക്ഷത്തിലധികം, അതായത് 9 മില്യൺ കാഴ്ചക്കാർ നേടി. വാസ്തവത്തിൽ അവരുടെ ചാനലിലെ ഒരു വീഡിയോ ഒഴികെ മറ്റെല്ലാ വീഡിയോകൾക്കും ലക്ഷക്കണക്കിന് കാഴ്ചകൾ ലഭിച്ചു. കൂടാതെ മികച്ച പ്രകടനം കാഴ്ചവെച്ച വീഡിയോയ്ക്ക് 40 ലക്ഷം, അതായത് 4 മില്യൺ കാഴ്ചകളുണ്ട്. ഒരു മാസം മുൻപ് മാത്രം തുടങ്ങിയ ഒരു ചാനലിന് ഇത് അവിശ്വസനീയമാണ്. അവർ കൃത്യമായി എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാൻ ആകാംക്ഷയുണ്ടായിരിക്കും. അതിശയിക്കാൻ തയ്യാറെടുക്കുക. ചില ഉൽപ്പന്നങ്ങൾ എങ്ങനെ നിർമ്മിക്കുന്നു എന്ന് കാണിക്കുന്ന വീഡിയോകളാണ് അവർ ഉണ്ടാക്കുന്നത്. ഒരു വലിയ ഉൽപ്പാദന കമ്പനി നിങ്ങളുടെ അങ്കിളിന് ഏറെ ഇഷ്ടമുള്ള ആ ഷൂ ഉണ്ടാക്കാൻ എങ്ങനെ പാമ്പിന്റെ തുകൽ ഉപയോഗിക്കുന്നു എന്നതുപോലുള്ള മുഴുവൻ നിർമ്മാണ പ്രക്രിയയും ഓരോ വീഡിയോയിലും വിശദീകരിക്കുന്നു. മൃഗങ്ങളെ പരീക്ഷിക്കുന്നതിലും തുകൽ വേർതിരിച്ചെടുക്കുന്നതിലും ചായം നൽകുന്നതിലും പോളിഷിങ്ങിലും ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ പ്രക്രിയകളും ഉൾപ്പെടെ അവരുടെ വീഡിയോകൾ വളരെ വിശദമാണ്. ഈ മേഖലയെ രസകരമാക്കുന്നത് ഇത് മൃഗങ്ങളെ പ്രോസസ്സ് ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ്. കൊക്കക്കോള എങ്ങനെയാണ് അവരുടെ പാനീയങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഒരാഴ്ചയിൽ താഴെ സമയം കൊണ്ട് 10 ലക്ഷത്തിലധികം കാഴ്ചകൾ നേടി. ഫാക്ടറിയിലെ സിഗരറ്റ് നിർമ്മാണ പ്രക്രിയ പോലുള്ള മറ്റു വിഷയങ്ങളും അവർ കൈകാര്യം ചെയ്യുന്നു. ഇതിലേറ്റവും നല്ല കാര്യം, ഈ പ്രക്രിയകൾ മനസ്സിലാക്കാൻ അവർക്ക് ഈ ഫാക്ടറികളിലൊന്നും പോകേണ്ടി വന്നില്ല, അല്ലെങ്കിൽ അവയുടെ സ്ക്രീൻഷോട്ടുകൾ എടുക്കേണ്ടി വന്നില്ല എന്നതാണ്. ഈ ആകർഷകമായ വീഡിയോകൾ നിർമ്മിക്കാൻ അവർ AI, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നു. അതാണ് അവരുടെ തന്ത്രത്തെ വളരെ കൗതുകകരമാക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോയിൽ അവരിതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും നിങ്ങളുടെ തനതായ ശൈലിയിൽ അവരുടെ രീതി പകർത്തി ഉപയോഗിക്കാമെന്നും നിങ്ങൾ മാറ്റിവെച്ച ആ മുഖമില്ലാത്ത ചാനൽ എങ്ങനെ തുടങ്ങാമെന്നും ഞാൻ കാണിച്ചുതരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വീഡിയോയ്ക്കുള്ള ആശയങ്ങൾ കണ്ടെത്തുക എന്നതാണ്. ഒരു ലളിതമായ തീപ്പെട്ടിക്കൊള്ളി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതു മുതൽ മുതലയുടെ തുകൽ കൊണ്ടുള്ള ജാക്കറ്റുകൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതുവരെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാം. ലിസ്റ്റ് അനന്തമാണ്. വിഷയങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ലളിതമായ പ്രോംപ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പ്രോംപ്റ്റുകൾ ലഭിക്കുന്നതിനായി ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പ്രോംപ്റ്റ് കോപ്പി ചെയ്ത ശേഷം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടെക്സ്റ്റ് ജനറേറ്ററിലേക്ക് പോവുക. ChatGPTയുടെ സൗജന്യ പതിപ്പ് ഈ ആവശ്യത്തിന് അനുയോജ്യമാണ്. ആ പ്രോംപ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിലെ പ്ലേസ് ഹോൾഡർ മാറ്റി നിങ്ങൾക്ക് AIയെ കൊണ്ട് എത്ര വിഷയങ്ങൾ ഉണ്ടാക്കിക്കണമെന്ന എണ്ണം നൽകുക. ഞാൻ ഈ പ്രദർശനത്തിനായി 25 വിഷയങ്ങൾ നൽകുന്നു. മറ്റു മാറ്റങ്ങളൊന്നും വരുത്താതെ എൻ്റർ അമർത്തുക. നിങ്ങൾ മോഡലിംഗ് ചെയ്യുന്ന ചാനലിന്റെ അതേ ശൈലിയിൽ ചോക്ലേറ്റ് നിർമ്മാണം, പെരുമ്പാമ്പിൻ തുകൽ, കുപ്പിവെള്ള നിർമ്മാണം എന്നിവയുൾപ്പെടെ നിരവധി രസകരമായ വിഷയങ്ങൾ AI ഉണ്ടാക്കിയിരിക്കുന്നത് കാണാം. മൃഗങ്ങളുടെ തുകലിലുള്ള താൽപ്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു ധാരാളം മേഖലകൾ തിരഞ്ഞെടുക്കാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ വിഷയം തിരഞ്ഞെടുക്കുക. വിഷയം തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം കഥയ്ക്ക് വേണ്ടിയുള്ള വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കുക എന്നതാണ്. ക്ലിപ്പുകൾ നിർമ്മിക്കാൻ 2 വഴികളുണ്ട്. ചിത്രങ്ങളുണ്ടാക്കി എന്നിട്ടൊരു ചിത്രത്തിൽ നിന്ന് വീഡിയോ ഉണ്ടാക്കുന്ന ജനറേറ്റർ ഉപയോഗിച്ച് അവയ്ക്ക് ചലനം നൽകുക. ഒരു വീഡിയോ ജനറേറ്റർ ഉപയോഗിച്ച് ടെക്സ്റ്റ് ഉപയോഗിച്ച് നേരിട്ട് ക്ലിപ്പുകൾ ഉണ്ടാക്കുക. ഈ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ AIയെ നയിക്കാൻ നിങ്ങൾക്ക് പ്രോംപ്റ്റുകൾ ആവശ്യമാണ്. ഗൂഗിൾ ഡോക്യുമെന്റിൽ നിന്ന് ആവശ്യമായ പ്രോംപ്റ്റ് കോപ്പി ചെയ്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ജനറേറ്ററിൽ പേസ്റ്റ് ചെയ്യുക. ഈ പ്രോംപ്റ്റിൽ 2 പ്ലേസ് ഹോൾഡറുകളുണ്ട്. ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത വിഷയത്തിനും മറ്റൊന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട ചിത്ര പ്രോംപ്റ്റുകളുടെ ആകെ എണ്ണത്തിനുമാണ്. നിങ്ങളുടെ വിഷയം ഇവിടെ നൽകുക. കഥയുടെ ദൈർഘ്യമനുസരിച്ച് ആവശ്യമായ എണ്ണം നൽകുക. ഞാൻ 30 നൽകുന്നു. ഫലങ്ങൾ ശ്രദ്ധിച്ചാൽ ഓരോ പ്രോംപ്റ്റിനും ചിത്ര പ്രോംപ്റ്റും വീഡിയോ പ്രോംപ്റ്റുമുണ്ട്. നിങ്ങൾ മിക്കവാറും ചിത്ര പ്രോംപ്റ്റാണ് ഉപയോഗിക്കുക. എന്നാൽ ചില വിശദമായ ക്യാമറ ചലനങ്ങൾക്കായി വീഡിയോ പ്രോംപ്റ്റും ഉൾപ്പെടുത്താവുന്നതാണ്. 1. ചിത്രങ്ങളുണ്ടാക്കൽ, ഇമേജ് ജനറേഷൻ. ആദ്യം നമുക്ക് AI നൽകിയ പ്രോംപ്റ്റുകൾ ഉപയോഗിച്ച് ചിത്രങ്ങളുണ്ടാക്കാൻ തുടങ്ങാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഇമേജ് ജനറേറ്റർ ഉപയോഗിക്കാം. ഗൂഗിളിന്റെ വിസ്ക് ഇതിന് നന്നായി പ്രവർത്തിക്കും. നിങ്ങളുടെ ഇമേജ് പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യുക. 16:9 എന്ന ആസ്പെക്ട് റേഷ്യോ സജ്ജമാക്കുക. എൻ്റർ അമർത്തിയാൽ നിങ്ങളുടെ ചിത്രം നിമിഷങ്ങൾക്കുള്ളിൽ തയ്യാറാകും. ചിത്രങ്ങൾ മനോഹരമാണ്. അതിനാൽ ഇനിയും ചിലതുണ്ടാക്കി നോക്കാം. നിങ്ങളുടെ കഥയ്ക്ക് ആവശ്യമായ എല്ലാ ചിത്രങ്ങളും ഉണ്ടാക്കുന്നതുവരെ ഇത് തുടരുക. 2. വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കൽ, ക്രിയേറ്റിംഗ് വീഡിയോ ക്ലിപ്സ്. എല്ലാ ചിത്രങ്ങളും തയ്യാറായാൽ അടുത്ത ഘട്ടം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോ ജനറേറ്റർ ഉപയോഗിച്ച് ക്ലിപ്പുകൾ ഉണ്ടാക്കുക എന്നതാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വീഡിയോ ജനറേറ്റർ ശബ്ദ ഇഫക്റ്റുകൾക്ക് മികച്ചതായിരിക്കണം. ഗൂഗിൾസ്
VO3 ഈ ആവശ്യത്തിന് വളരെ നന്നായി പ്രവർത്തിക്കും. ഫ്ലോ തുറന്ന് ഒരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങുക. നമുക്ക് ടെക്സ്റ്റ് ടു വീഡിയോയും ഇമേജ് ടു വീഡിയോയും പരീക്ഷിച്ചു നോക്കാം. ടെക്സ്റ്റ് ടു വീഡിയോ തിരഞ്ഞെടുത്ത് VO 3.1 ക്വാളിറ്റി മോഡൽ തിരഞ്ഞെടുക്കുക. ആസ്പെക്ട് റേഷ്യോ 16:9 ആയിരിക്കണം. വീഡിയോ ജനറേറ്റർ ഉണ്ടാക്കേണ്ട ക്ലിപ്പുകളുടെ എണ്ണം തിരഞ്ഞെടുക്കുക. 2 മതിയാകും. ഇമേജ് പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്ത് ക്ലിപ്പുകൾ ഉണ്ടാക്കുന്നതുവരെ കാത്തിരിക്കുക. ഒരേ സമയം ഒന്നിലധികം ക്ലിപ്പുകൾ ഉണ്ടാക്കാം. ഫലം വന്നാൽ അത് പരിശോധിക്കുക. ശബ്ദ എഫക്റ്റുകൾ നന്നായിട്ടുണ്ട്. എന്നാൽ ചിലതിൽ സംസാരം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. അതിനാൽ അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ നോ സ്പീച്ച് എന്ന ലളിതമായ നിർദ്ദേശം കൂടി ചേർക്കുക. ഇപ്പോൾ AI സംസാരമില്ലാതെ ശബ്ദ എഫക്റ്റുകൾ മാത്രമുണ്ടാക്കുന്നു. വളരെ ലളിതം. ക്ലിപ്പുകൾ വളരെ നന്നായി കാണപ്പെടുന്നു, അതിനാൽ നിങ്ങൾക്ക് 1080p ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഡൗൺലോഡ് ചെയ്യാം. ഇനി ചിത്രങ്ങളിൽ നിന്ന് ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കാം. ഫ്രെയിംസ് ടു വീഡിയോ ഓപ്ഷനിലേക്ക് മാറി നിങ്ങളുടെ ചിത്രം അപ്ലോഡ് ചെയ്യുക. ആ ചിത്രമുണ്ടാക്കാൻ ഉപയോഗിച്ച പ്രോംപ്റ്റ് ചേർത്ത് എൻ്റർ അമർത്തുക. സംസാരം ഒഴിവാക്കാൻ നോ സ്പീച്ച് നിർദ്ദേശം ചേർക്കാൻ മറക്കരുത്. ഈ ഫലങ്ങളും ടെക്സ്റ്റ് ടു വീഡിയോയിലുണ്ടാക്കിയവയേക്കാൾ മികച്ചതാണെങ്കിലും അത്ര തന്നെ നന്നായി കാണപ്പെടുന്നു. അതിനാൽ ക്ലിപ്പുകൾക്ക് നിങ്ങൾ ഏത് രീതി തിരഞ്ഞെടുക്കണമെന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. ടെക്സ്റ്റ് ടു വീഡിയോയുടെയും ഇമേജ് ടു വീഡിയോയുടെയും ഫലങ്ങൾ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് അന്തിമ വീഡിയോ ഉണ്ടാക്കാം. ആവശ്യമുള്ള എല്ലാ ക്ലിപ്പുകളും ഉണ്ടാക്കുന്നതുവരെ ഇത് തുടരുക. എല്ലാ ക്ലിപ്പുകളും തയ്യാറായ ശേഷം അവയെല്ലാം ഒരുമിച്ച് ചേർക്കേണ്ട സമയമാണിത്. ഇതിനായി നിങ്ങൾക്കിഷ്ടമുള്ള വീഡിയോ എഡിറ്റർ ഉപയോഗിക്കാം. ക്യാൻവ പോലും ഇതിനു മതിയാകും. എന്നാൽ ക്യാപ്കട്ട് ഉപയോഗിക്കാം. ക്യാപ്കട്ട് തുറന്ന് നിങ്ങളുടെ ക്ലിപ്പുകളെല്ലാം ഇമ്പോർട്ട് ചെയ്യുക. കഥയുടെ ഒഴുക്കിനനുസരിച്ച് ക്ലിപ്പുകൾ ടൈംലൈനിൽ ക്രമീകരിക്കുക. ആസ്പെക്ട് റേഷ്യോ 16:9 എന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ മുഴുവൻ കഥയും പൂർത്തിയാകുന്നതുവരെ ക്ലിപ്പുകൾ ക്രമീകരിക്കുക. വേണമെങ്കിൽ ട്രാൻസിഷനുകൾ ചേർക്കാം. പക്ഷേ ഈ വീഡിയോകൾക്ക് അതത്ര അത്യാവശ്യമില്ല. തുടർന്ന് ഒരു ഫിൽറ്റർ ചേർക്കേണ്ടതുണ്ട്. അവിടെ പോയി നിങ്ങളുടെ വീഡിയോയുടെ ഭാവത്തിനനുയോജ്യമായ ഒന്ന് തിരഞ്ഞെടുക്കുക. അത് ടൈംലൈനിലേക്ക് വലിച്ചിട്ട് വീഡിയോ മുഴുവൻ കവർ ചെയ്യുന്നതുവരെ വ്യാപിപ്പിക്കുക. ഇപ്പോൾ വീഡിയോ നന്നായി കാണപ്പെടുന്നു, അതിനാൽ അധികമായി ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട റെസല്യൂഷനിൽ ഇത് എക്സ്പോർട്ട് ചെയ്യുക. അവസാനമായി വീഡിയോയ്ക്ക് വേണ്ടി ഒരു തംബ്നെയിൽ ഉണ്ടാക്കുക എന്നതാണ്. ഇതിനായി ഈ പ്രോംപ്റ്റ് കോപ്പി ചെയ്ത് ടെക്സ്റ്റ് ജനറേറ്ററിൽ പേസ്റ്റ് ചെയ്യുക. പ്ലേസ് ഹോൾഡർ മാറ്റി നിങ്ങളുടെ വിഷയം നൽകുക. ലളിതമായ ഒരു ലഘുചിത്ര പ്രോംപ്റ്റ് AI നിങ്ങൾക്കായി ഉണ്ടാക്കും. ചിത്രമുണ്ടാക്കുന്നതിനായി വിസ്കിലേക്ക് തിരിച്ചുപോയി പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യുക. എൻ്റർ അമർത്തിയാൽ നിങ്ങളുടെ തംബ്നെയിൽ നിമിഷങ്ങൾക്കുള്ളിൽ തയ്യാറാകും. വളരെ ലളിതം. ഈ തംബ്നെയിൽ മനോഹരമായി കാണപ്പെടുന്നു, എങ്കിലും നിങ്ങൾക്കാവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഈ രീതിയിലുള്ള വീഡിയോ ഉണ്ടാക്കാൻ പരമാവധി 1 മണിക്കൂർ മാത്രമേ എടുക്കൂ. അതിനാൽ നിങ്ങൾക്ക് തിരക്കിട്ട ജീവിതമാണെങ്കിൽ പോലും ഈ മേഖലയിൽ പ്രവേശിക്കുന്നത് ഒരു നല്ല കാര്യമാണ്.